കെ.എം. അബ്രഹാമുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം മുഖ്യമന്ത്രിക്കൊരു കത്ത് നൽകിയിരുന്നു. തനിക്കെതിരെ ഗൂഢാലോചന നടന്നു, അതുകൊണ്ട് തന്നെ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആ കേസ് അന്വേഷിക്കണമെന്ന് കാണിച്ചിട്ട് അദ്ദേഹം പരാതി കൊടുത്തിരുന്നു. CBI അന്വേഷണം നേരിടുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവശ്യം ഉയർന്ന ഘട്ടത്തിലാണ് ഈ കത്ത് വന്നത്. അതിന്റെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, കോടതി വിധി വളരെ വ്യക്തമാണ്. കോടതി വിധി ആരാ അന്വേഷിച്ചത്? വിജിലൻസ്. ആരുടെ കീഴിലാണ് വിജിലൻസ്? മുഖ്യമന്ത്രിയുടെ കീഴിൽ. മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായിട്ട് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ വിജിലൻസ് അന്വേഷിച്ചു. എന്നിട്ട് അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കി. അത് വളരെ കടുത്ത ഭാഷയിൽ ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട്. മനഃപൂർവ്വം ചെയ്യുകയായിരുന്നു. വിജിലൻസ് ഇദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കുകയായിരുന്നു. പ്രൈമാ ഫസി, പ്രഥമ ദൃഷ്ടിയാൽ ഇദ്ദേഹം കുറ്റക്കാരനാണെന്നതിൻ്റെ നിരവധി തെളിവുകൾ ഇത് കേസിലുണ്ട്. അതുകൊണ്ട് CBI അന്വേഷിക്കണം എന്ന് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. പിന്നെ വേറെ ഒരു അന്വേഷണത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? അത് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു വലിയ തെറ്റ്. ഇദ്ദേഹത്തെ കുറ്റം ചെയ്തു എന്ന് ഉറപ്പായി കോടതി കരുതുന്ന ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിജിലൻസിനെ കൂടി ശ്രമിച്ചു. അത് തന്നെയാണ് ഇപ്പോൾ അജിത് കുമാറിൻ്റെ കേസിൽ നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വിജിലൻസ് അന്വേഷിച്ച് അജിത് കുമാറിനെ കുറ്റവിമുക്തരാക്കി. മുഖ്യമന്ത്രിയുടെ വിജിലൻസ് അന്വേഷിച്ച് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കുറ്റവിമുക്തരാക്കി. മുഖ്യമന്ത്രിയുടെ വിജിലൻസ് അന്വേഷിക്കാത്തതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയി. എന്താണ് ആ ഓഫീസിൽ നടക്കുന്നത്? ആരൊക്കെയാണ് ആ ഓഫീസിൽ ഇരിക്കുന്നത്? ഇനി കിഫ്ബിയുടെ തലപ്പത്താണ് ഇദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്രെഡിബിലിറ്റി എന്താണ്? ഇദ്ദേഹത്തെ പോലെ ആരോപണ വിധേയനായ ഒരാൾ കിഫ്ബിയുടെ തലപ്പത്തിരിക്കുന്നതിൻ്റെ പ്രസക്തി എന്താ? കിഫ്ബി തന്നെ ആരോപണങ്ങളിൽ പെട്ട് ഉഴലുന്ന ഒരു സ്ഥാപനമാണ്. എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നറിയാതെ ഇപ്പോൾ ഇവരുടെയൊക്കെ ഉപദേശം കേട്ടാണ് ഈ സർക്കാർ കിഫ്ബി ഉണ്ടാക്കിയത്. അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കിഫ്ബി ആയി മാറി. അതിൻ്റെ എല്ലാം ഉത്തരവാദികളാണ് ഇവരൊക്കെയാണ്. ഈ ഗവൺമെൻറ്റിനെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഈ സർക്കാരിന് ഉപദേശം കൊടുത്ത് ഈ സർക്കാരിനെ ഈ സ്ഥിതിയിലാക്കിയത് ഇവരെല്ലാം കൂടിയാണ്. അത് ഞങ്ങളെപ്പോഴും പറയുമ്പോൾ നിങ്ങൾ ചിരിക്കും. എന്താ, ഞാൻ എപ്പോഴും പറയും, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആവർത്തിച്ച് പറയുന്ന ഒരാളാണ് അല്ലേ? നേരത്തെ തൊട്ട് ഇപ്പോൾ ഓരോരുത്തരായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ ഈ അജിത് കുമാറിനെതിരെയും കേസെടുക്കുന്നില്ല, വ്യാജമൊഴി നൽകിയെന്ന കണ്ടെത്തിയിട്ടും കേസെടുക്കുന്നില്ല. അല്ല, സഹപ്രവർത്തകനായ അഡീഷണൽ DGP ആയ അതേ റാങ്കുകാരനായ ഒരാൾക്കെതിരായിട്ട് വ്യാജമൊഴി കൊടുത്തു എന്ന് DGP റിപ്പോർട്ട് കൊടുത്തിട്ട് മുഖ്യമന്ത്രി അതിൻ്റെ മീതെ കയറി ഇരിക്കുകയാണ് ആ കസേരയിൽ. പുള്ളിയുടെ സീറ്റിൻ്റെ അടിയിൽ വെച്ചേക്കുകയാണ്, കുഷ്യൻ്റെ അടിയിൽ വെച്ചേക്കുക. ഇത് മുഖ്യമന്ത്രി ഇരിക്കുന്ന കസേരയുടെ കുഷ്യൻ്റെ അടിയിലാണ് ആ റിപ്പോർട്ട് 2 മാസമായിട്ട്. അത് പുറത്തിറക്കില്ല. ഈ ചുറ്റും നിൽക്കുന്ന ഈ ഉപജാപക സംഘത്തെ രക്ഷപ്പെടുത്തുകയും അവർ പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത ആഴ്ച പ്രഖ്യാപിക്കുമെന്ന് കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് UDF പൂർണ്ണ സജ്ജം? ഞങ്ങൾ പൂർണ്ണമായ സജ്ജമാണ്. ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികൾ വരെ റെഡിയാണ്. ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF സുസജ്ജമാണ്.